പാസ് ആയിട്ട് വന്നതാണോ അതോ റെക്കമെൻഡേഷൻ വന്നതാണോ? ഡോക്ടറെ ഞാൻ ചോദിച്ചതാ പ്രഗ്നന്റ് ആണോന്ന്. അല്ലെന്നും പറഞ്ഞു. അതുകൊണ്ടാ ബ്ലഡ്. എന്നാലും ആദ്യം ടെസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ലേ? അല്ല, ഡോക്ടറിന്റെ ഭാര്യയാണെന്ന്. മിണ്ടി പോരുത്, പുറത്തു പോ. ഇരിക്ക് രാജ്, ഇരിക്ക്. തന്നോട് എന്തു പറയണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഐ ആം സോറി രാജ്. മഹദി ഈസ് നോ മോർ. രാജ്, കരയരുത് പ്ലീസ്. കരയാതെ രാജ്. തനിക്ക് ഈ കാര്യം അറിയാമെന്നറിയില്ല. ഷീ ഈസ് പ്രഗ്നന്റ്. മഹദി ഗർഭിണിയായിരുന്നിട്ടും ബ്ലഡ് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവൾ തല കറങ്ങി മുകളിൽ നിന്ന് താഴേക്ക് വീണത്. വേറെ കാരണമൊന്നുമല്ല. എനിക്ക് എന്താ പറയണമെന്ന് അറിയില്ല രാജ്. എക്സ്ട്രീംലി സോറി സർ. ഞാൻ അപ്പോഴേ മാഡത്തിനോട് ചോദിച്ചതാ. മാഡം ചോദിച്ചു എന്തിനാ അങ്ങനെ ചോദിക്കുന്നതെന്ന്. അപ്പോൾ പ്രഗ്നന്റ് അല്ലെന്നും മാഡം എന്നോട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ പല്ലവി, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എത്ര മരണം കാണാൻ തയ്യാറായിട്ടാണ് നമ്മൾ ഈ ഫീൽഡിൽ വന്നിരിക്കുന്നത്. പ്ലീസ് ഡോണ്ട് ബി. അവൾ എന്തിനാണ് കള്ളം പറഞ്ഞത്? പ്രഗ്നന്റ് ആയിരുന്നപ്പോ പോലും മായ രക്ഷിക്കണമെന്ന് അവൾ വിചാരിച്ചു. എന്നിട്ട് പോലും അവൾക്ക് എങ്ങനെയാണോ മഹദി ജീവിക്കണോടാ. മഹദി ജീവിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായും മായ ജീവനോടെ ഇരുന്നേ പറ്റുള്ളൂ. മഹദിയുടെ ആഗ്രഹം സഫലമാകണം. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ മായയും മഹദിയും ഒന്നാവാൻ പോകുന്നു. മായയ്ക്ക് നഷ്ടപ്പെട്ടതെല്ലാം മഹദി ആദ്യമായിട്ടല്ല ഇപ്പോൾ നൽകുന്നത്. ഇതിനു മുൻപും നടന്നിട്ടുണ്ട്. ഈ കഥയ്ക്ക് തുടക്കം കുറിച്ചത് മാർച്ച് 30, 2004 നാടക മത്സരത്തിൽ പല സ്ഥലത്തുനിന്ന് ആൾക്കാർ പങ്കെടുത്ത് ധാരാളം പേര് സമ്മാനത്തിന് അർഹരാകുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ വർഷവും 20 ഗ്രൂപ്പുകാർ ഈ നാടക മത്സരത്തിൽ പങ്കെടുക്കുന്നതായി അറിയിക്കുകയാണ്. ഇതിൽ അതിശയിക്കുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ 2 ഗ്രൂപ്പുകാരും ഒരേപോലെ സീതാ സ്വയംവരം എന്ന നാടകം എടുക്കുകയുണ്ടായി. ഇപ്പൊ ഇവരിൽ ആർക്കാണ് വിജയം എന്നുള്ളത് ഇരു ഗ്രൂപ്പുകാരുടെ മത്സരത്തിൽ നിന്ന് നമുക്കിവിടെ കാത്തിരുന്ന് കാണാം. ജയ് ശ്രീറാം. എവിടെയായിരുന്നു മോളെ? ഇവിടെ ഉണ്ടായിരുന്നു. നല്ലതുപോലെ കളിക്കുന്നേ കേട്ടല്ലോ. ഡയലോഗെല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഡയലോഗ്സോ? സ്വയംവരത്തിലെ സീത എന്ത് ഡയലോഗാ പറഞ്ഞേക്കുന്നേ? ചുമ്മാ അവിടെ നോക്കിയിരിക്കുവല്ലേ അമ്മേ. മോളെ, രാമൻ വില്ല് തൊടുത്ത സമയത്ത് സീത ഒന്നും മിണ്ടാതിരുന്നാലും അതിന്റെ പേര് സീതാ സ്വയംവരം എന്നാണ് പറയാറ്. അമ്മയ്ക്കൊരു കാര്യം അറിയോ? ദാ ഇരിക്കുന്ന കണ്ടില്ലേ, ആ കുട്ടിയും വേറൊരു സീതയാ. സീത. മോളെ, നിന്റെ പേരെന്താ? മായ ഫെർണാണ്ടസ് ആന്റി, തെരേസ് ഓർഫനേജ്. എവിടെ സ്ഥലം? ഈ നാട്ടുകാരി തന്നെയാ. മോളെ നിന്നെ കരഞ്ഞത്? ഞാൻ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോ എന്റെ കോസ്റ്റ്യൂം ബാഗ് ആര് കൊണ്ടുപോയി. എന്റെ പ്രോപ്പർട്ടീസ് എല്ലാം പോയി. കഷ്ടായല്ലോ.
രണ്ട് സീതക്കുട്ടികളെയും കാണാൻ എന്തൊരു ഭംഗിയാ. ദൃഷ്ടിദോഷം വരാതിരിക്കട്ടെ. മഹതി, ഹലോ ഡോക്ടറെ, മായ മാഡത്തിന് കോമയിൽ നിന്നും ബോധം തെളിഞ്ഞു. ഓക്കെ, 10 minutes. ഞാനിപ്പോൾ തന്നെ വരാം. വെൽക്കം ബാക്ക്. താങ്ക് യു. സത്യ എവിടെ? സത്യ വന്നുകൊണ്ടിരിക്കുകയാണ്. മഹതിയോ? ചോദിച്ചിട്ട് എന്താ നീ മറുപടി പറയാത്ത? Maya, don't panic. Everything will be all right. ഒരു വലിയ ആക്സിഡന്റ് ആയിരുന്നു മായ. ഫേസ് മുഴുവനും ഡീഫോം ആയി പോയി. ആക്സിഡന്റ് കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ മഹതി പ്രതീക്ഷിക്കാതെ പടിക്കെട്ടിന്ന് കാല് തെറ്റി താഴേക്ക് വീണ് മരിച്ചുപോയി. അവളുടെ ഫേസാണ് നിനക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. മയ, നീ സ്ട്രെസ് ആവല്ലേ? ഈ അവസ്ഥയിൽ പാടില്ല. കാം ഡൗൺ. ഇതുപോലെ ഞാൻ ഒരുപാട് കണ്ടു 2 months. ഐ ആം ഡ്രെയിൻഡ്. മനസ്സ് മരവിച്ചു പോയി. ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിച്ച 2 പേർക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോ തകർന്നു പോയി. ഐ ജസ്റ്റ് കുഡ്ന്റ് ടേക്ക് ഇറ്റ്. നിന്റെ സർജറിയെ കുറിച്ച് അറിയണ്ടേ? ഇറ്റ് വാസ് ആൻ ഇമോഷണൽ ഡിസിഷൻ. മഹതിയുടെ ജീവൻ എനിക്ക് രക്ഷിക്കാനായില്ല. പിന്നെ നിന്റെ ജീവനും കൂടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ഈ ജോലി, എന്റെ ഈ പോസ്റ്റ്, ഇതൊക്കെ വെറുതെ പാഴായി പോവല്ലേ? രാജ്, പ്ലീസ് ഡോണ്ട് ക്രൈ. നീ കരഞ്ഞാൽ എനിക്ക് സഹിക്കാനാവില്ല. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ മായ, പ്ലീസ്? രാജ്, നീ എനിക്ക് ലൈഫിൽ സെക്കൻഡ് ചാൻസ് തന്നിരിക്കും. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്റെ മഹ എന്നെ വിട്ടു പോയതിനു ശേഷം ജീവിക്കണമെന്നൊരാഗ്രഹമില്ല മായ. പാവ അവളുടെ അച്ഛൻ. നീ എപ്പോഴും പറയാറില്ലേ ഞാൻ അനാഥയാന്ന്? ഐ വാണ്ട് ടു ഗിഫ്റ്റ് യു എ ഫാമിലി, മഹദീസ് ഫാമിലി. കുറച്ച് നാളത്തേക്ക് അദ്ദേഹത്തിന്റെ മകളായി ഒന്ന് അഭിനയിക്കാൻ പറ്റുമോ പ്ലീസ്? ഐ നോ, ഇങ്ങനെ ചോദിക്കുന്നത് പോലും ഇറ്റ്സ് നോട്ട് റൈറ്റ്. ഹെൽപ്പ് മീ മായ, പ്ലീസ്. കുറച്ച് നാളത്തേക്ക് മതി. പതുക്കെ ഞാൻ സത്യം പറഞ്ഞ് മനസ്സിലാക്കാം. Can you please give me some time? Sure. രാജ്, നിനക്ക് കല്യാണം കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും my love was constant. I love you, രാജ്. ഞാനിത് ചെയ്താൽ will you feel better?
യെസ്. ശരി. താങ്ക് യു സോ മച്ച് മായ. താങ്ക് യു.